Hi all, beware of your surroundings because we don't know who built us and who will destroy us. It's me Lindo. Welcome back to Trading Milestone. നമ്മളിന്ന് പറയാൻ പോകുന്ന ടോപ്പിക്കാണ് സ്കാംസ് ഇൻ ഓപ്ഷൻ ട്രേഡിംഗ് എന്ന് പറയുന്നത്. നമുക്കറിയാം സ്കാംസ് ഇല്ലാത്ത ഒരു ഫീൽഡ് നമുക്ക് കണ്ടെത്തുക എന്ന് പറയുന്നത് തന്നെ പ്രയാസകരമായിട്ടുള്ള കാര്യമാണ് അല്ലേ. സോ എന്താണ് സ്കാംസ്? എന്താ നമുക്കറിയില്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ. അതായത് ഇല്ലീഗലായിട്ടുള്ള ആക്ടിവിറ്റീസിലൂടെ നമ്മുടെ പണം അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, ഡേറ്റാസ് എന്നിവയൊക്കെ കളക്ട് ചെയ്യുന്ന ഒരു കൂട്ടം സെഷനാണ് സ്കാംസ് എന്ന് പറയുന്നത്. സോ എപ്പോഴും നമ്മൾ ലൈഫിൽ അലേർട്ടായിട്ടിരിക്കേണ്ട ഒരു കാര്യമാണ് അല്ലേ. കാരണം ഇന്നത്തെ ഈ ഒരു ഹൈഫൈ ലൈഫിൽ സ്കാംസ് നമുക്ക് എപ്പോഴും നമ്മളെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം പലപ്പോഴും നമ്മുടെ ധൃതിയിൽ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഫാസ്റ്റ് മൂവിങ് ലൈഫിൽ നമ്മൾ പെട്ടെന്ന് ചില സ്കാംസിൽ ചെന്ന് പെടാറുണ്ട് അല്ലേ. അതിപ്പം ഓൺലൈൻ ആയാലും ശരി, ഓഫ്ലൈൻ ആയാലും ശരി. അപ്പം ഒറ്റ വാക്കിൽ നമ്മൾ പറഞ്ഞാൽ തട്ടിപ്പ് എന്ന് പറയാം അല്ലേ. ഈ ട്രേഡിങ്ങിൻ്റെ ഫീൽഡിലും ഏത് മേഖലയിൽ നിന്നാണ് നമ്മളെ സ്കാംസ് അഫക്റ്റ് ചെയ്യുന്നത്, അത് നമ്മൾ വളരെ അലേർട്ടായിട്ടിരിക്കേണ്ട ഒരു കാര്യമാണ്. അതേപറ്റിയിട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒരു കാര്യം പറയട്ടെ, എൻ്റെ വീഡിയോസ് ഒരുപാട് പേര് കാണുന്നുണ്ട്, നല്ല നല്ല കമൻസ് വരുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ കൂടി ആളുകൾ ഒരുപാട് ഡൗട്ട്സ് ഒക്കെ ചോദിക്കുന്നുണ്ട്. വളരെ സന്തോഷം. നിങ്ങളിപ്പോൾ ചെയ്യുന്ന സപ്പോർട്ട് എനിക്ക് തുടർന്നും എനിക്ക് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കുക കേട്ടോ. വളരെ നന്ദിയുണ്ട്. പിന്നെ ഒരുപാട് ആളുകൾ ക്ലാസ്സസ് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനൊരു ഫുൾ ടൈം ട്രേഡർ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാനൊരു ഫുൾ ടൈം ട്രേഡിങ് തന്നെയാണ് ചെയ്യുന്നത്. അതോടൊപ്പം ടീച്ചിങ് എന്നുള്ള എൻ്റെ ഒരു പാഷൻ, സൈക്കോളജി എന്നുള്ള എൻ്റെ സബ്ജക്റ്റ്, ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഞാൻ വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. സോ എനിക്ക് ക്ലാസ്സസ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മളിപ്പോൾ സ്റ്റഡി ക്ലാസ്സസ് പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ടെക്നിക്കലി അനാലിസിസുകൾ പഠിപ്പിച്ചു കൊടുക്കുന്നു. പക്ഷേ അതുകൊണ്ട് ഒരാൾ ഒരിക്കലും ഒരു കംപ്ലീറ്റ് ട്രേഡർ ആവുന്നില്ല. അതുകൊണ്ടാണല്ലോ പലപ്പോഴും കോഴ്സസ് സെല് ചെയ്യുന്ന ആളുകളോട് പറയില്ലേ, നിങ്ങളുടെ കോഴ്സ് ഞാൻ പഠിച്ചു എന്നിട്ട് എന്തുകൊണ്ട് ഞാൻ ട്രേഡിൽ സക്സസ് ആയില്ല. അങ്ങനെ ഒരു പഴി കേൾക്കേണ്ടതായിട്ടുള്ള സാഹചര്യം പല കോഴ്സ് സെല് ചെയ്യുന്ന ആളുകളും അനുഭവിക്കുന്നുണ്ട്. സോ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് കുറെ കൂടെ സൈക്കോളജിക്കലിയാണ് ഞാൻ ക്ലാസ്സസ് ഒക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. കാരണം നമ്മൾ എത്രയൊക്കെ പഠിച്ചെന്ന് പറഞ്ഞാലും അനലൈസുകൾ പഠിക്കാൻ എളുപ്പമാണ്, ടെക്നിക്കലി ഫണ്ടമെൻ്റലി ഒക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷേ അത് പ്രാക്ടിക്കലിലോട്ട് വരുമ്പോൾ എങ്ങനെ അത് നമ്മുടെ മൈൻഡ് കൺട്രോൾ ചെയ്തുകൊണ്ട് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും, ഇതാണല്ലോ നമ്മൾ ട്രേഡിങ്ങിൽ പഠിക്കേണ്ടതായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറയുന്നത്. കാരണം ട്രേഡിങ്ങിൽ ലോസസ് എങ്ങനെ മാനേജ് ചെയ്യാം, അതാണ് ട്രേഡിങ്ങിൻ്റെ വിജയം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നവനല്ല നല്ല ട്രേഡർ എന്ന് ഞാൻ പറയും. തൻ്റെ ലോസ് കറക്റ്റായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നവനാരോ അവനായിരിക്കും ഒരു നല്ല ട്രേഡർ എന്ന് പറയുന്നത്. നമ്മുടെ സബ്ജക്റ്റിൽ നിന്നും മാറുന്നില്ല. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് സ്കാംസ് ഇൻ ഓപ്ഷൻ ട്രേഡിംഗ്. സ്കാംസ് എങ്ങനെയാണെന്ന് വെച്ചാൽ വേരിയസ് ടാക്ടിക്സ് ഉപയോഗിക്കും അല്ലേ, നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട്. ഒരു എക്സാമ്പിൾ പറയട്ടെ, ഇപ്പം വെയിറ്റ് ലോസിൻ്റെ കാര്യം തന്നെ എടുക്കുക. എല്ലാവരും ആഗ്രഹിക്കുന്നത് വളരെ വെയിറ്റ് ലോസ് ആയിട്ടുള്ള ഹെൽത്തി ബോഡിയാണ് അല്ലേ. സോ വെയിറ്റ് ലോസിൻ്റെ പേരിൽ ഒരുപാട് സ്കാംസ് മാർക്കറ്റിൽ നിലനിൽക്കുന്നുണ്ട്. അതായത് ഇത്ര രൂപ എനിക്ക് ഫീസ് ചെയ്യുക, അല്ലെങ്കിൽ ഇത്ര ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ഞാൻ വെയിറ്റ് കുറച്ച് തരാം, ഒരു എക്സസൈസ് ചെയ്യണ്ട. പ്രത്യേകിച്ച് മലയാളികളായി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പണിയും ചെയ്യാതെ കാര്യം നടക്കുക എന്നുള്ളതാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത്. സോ പെട്ടെന്ന് തന്നെ വെയിറ്റ് ലോസിൻ്റെ മെഡിസിൻസ് വാങ്ങുന്നു, കഴിക്കുന്നു, സൈഡ് എഫക്ട്സ് ഉണ്ടാകുന്നു. പിന്നെ നമ്മളത് പറ്റിക്കപ്പെട്ടു എന്ന് തിരിച്ചറിയുമ്പോഴേക്കും നമ്മൾ പലപ്പോഴും രോഗങ്ങളുടെ അടിമയായിട്ടുണ്ടാവും അല്ലേ. ട്രേഡിങ്ങിലെ സ്കാംസ് എന്ന് പറയുന്നത് പെട്ടെന്ന് ഫോൾസ് ഇൻഫർമേഷൻസ് തരികയാണ്. അതായത് ഹൈ റിട്ടേൺസ്, അല്ലെങ്കിൽ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ എമൗണ്ട് എങ്ങനെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ 1000 രൂപ എങ്ങനെ 1,00,000 രൂപയാക്കാം. ഇതിനോട് എക്സാമ്പിൾ ഞാൻ പറയട്ടെ. ഈ ലീഡ് തരുന്ന കോളുകളുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ എങ്കിലെന്ന് കമൻറ്റ് ചെയ്ത് നോക്കുക. ചില ആളുകൾ വിളിക്കും, നമ്മളിപ്പോൾ കുറേ ട്രേഡ് ചെയ്തു എന്ന് വിചാരിക്കുക. ഉടനെ ചില ആളുകൾ വിളിച്ചിട്ട് പറയും, ഞാൻ ഇന്ന കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്, ഞാനൊരു ട്രേഡിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം എനിക്കറിയാം, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ലീഡ് ഞാൻ പ്രൊവൈഡ് ചെയ്യാം, നിങ്ങൾ എനിക്ക് ഇത്ര രൂപ തരൂ. അപ്പോൾ എന്തായിരിക്കും അവർ ഓഫർ ചെയ്യുന്നത്? ഹൈ റിട്ടേൺസ് ആണ് അവർ ഓഫർ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇപ്പം എനിക്ക് ഒരുപാട് കോൾസ് അങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. ഞാനത് അറ്റൻഡ് ചെയ്തിട്ടുമുണ്ട്. അവരോട് പല കാര്യങ്ങളും പറയുകയും തർക്കിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അവർ പെട്ടെന്ന് പറയുന്നത്, ഞാൻ ഉറപ്പായിട്ടും കറക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് ലീഡ് തരാം. നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ട് അവർ ഹാൻഡിൽ ചെയ്യുന്നില്ല, അവർ നമ്മളെ വിളിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. ഇങ്ങനത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ലേ? അതായത് അവർ പറയാണ്, കറക്റ്റ് 9:20 ഞാൻ നിങ്ങളെ വിളിക്കുന്നു, നിങ്ങൾ ആ കോൾ എടുക്കുക. ഇൻ കേസ് നമ്മളത് എടുത്തു, ചിലപ്പോൾ നമുക്കത് കിട്ടിയേക്കാം. നമ്മൾ ഒരു ടെക്നിക്കൽ ബേസിലല്ല നമ്മൾ എടുക്കുന്നത്, ഒരാളുടെ വിശ്വാസ്യത, അയാളുടെ വാക്കിൻ്റെ പുറത്തുള്ള ആ ഒരു വിശ്വാസ്യതയിൽ. അത് കറക്റ്റ് ആവാം, റോങ് ആവാം.
പക്ഷേ ഈ ഒരു ലീഡ് തരുന്ന ആളുകളെ കുറിച്ചിട്ട് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവരുടെ യോഗ്യതകൾ നമ്മൾ അന്വേഷിച്ചിട്ടുണ്ടോ? പലപ്പോഴും നമ്മൾ ട്രേഡിംഗ് ഫീൽഡിൽ ഇരിക്കുമ്പോൾ കുറച്ച് ലോസസ് വരുമ്പോഴേക്കും നമ്മൾ അങ്ങ് ഡൗൺ ആവുകയാണ്. ആ സമയത്ത് നമ്മൾ ഒരു കൈത്താങ്ങിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പരതി നിൽക്കുന്ന സമയത്തായിരിക്കാം ഇതുപോലെയുള്ള ലീഡ് കോളുകൾ നമ്മളെ തേടി വരുന്നത്. സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യൻ എന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസ് അവിടെ വർക്ക് ചെയ്താണ് നമ്മൾ അടിമപ്പെട്ടു പോവുകയാണ് ആ ലീഡ് കോളിൻ്റെ പേരിൽ. ഇനി ഈ ലീഡ് കോൾ വിളിക്കുന്ന ആളുകളോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ, ഇൻ കേസ് എനിക്ക് ലോസ് ആണ് വരുന്നതെങ്കിൽ ഞാൻ അടച്ച എമൗണ്ട് നിങ്ങൾ തിരിച്ചു തരുമോ? അല്ലെങ്കിൽ അന്ന് തന്നെ നിങ്ങൾ എൻ്റെ ലോസ് കവർ ചെയ്തു തരുമോ? അല്ലെങ്കിൽ ഇത്ര ദിവസത്തിനുള്ളിൽ എൻ്റെ ലോസസ് കവർ ചെയ്ത് തരുമെന്ന് നിങ്ങൾ അഷ്വർ ചെയ്യാൻ സാധിക്കുമോ? ചോദിച്ചു നോക്കൂ. തിരിച്ച് അവർക്ക് മറുപടി ഉണ്ടാവില്ല. കാരണം അവർ വർക്ക് ചെയ്യുന്ന അവരുടെ സ്ഥാപനത്തിന് വേണ്ടി ആളുകളെ കൂട്ടുകയാണ്. ലീഡ് കൊടുക്കാനുള്ള ആളുകളെ, ഓരോ ആളുകളെ ലീഡിലേക്ക് ജോയിൻ ചെയ്യിക്കുമ്പോഴും വിളിക്കുന്ന ആളുകൾക്ക് കമ്മീഷൻസ് ആണ് കിട്ടുന്നത്. ഇതൊന്നും ശരിയല്ല എന്നല്ല ഞാൻ പറയുന്നത്. ലീഡ് തരുന്ന ആളുകളെല്ലാം റോങ് ആണ് എന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളാണ് ചെക്ക് ചെയ്യേണ്ടത്. കാരണം നമ്മളാണ് പൈസ കൊടുത്ത് അവരോട് ലീഡ് മേടിക്കുന്നത്. നമ്മുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ് അവിടെ ഫെയിൽ ആകുക എന്നുള്ളതും വിൻ ചെയ്യുക എന്നുള്ളതും. അവരുപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ട്രിക്ക് എന്താണെന്ന് അറിയാമോ? മാനിപ്പുലേഷൻ മെത്തേഡ്. അതായത് അർജൻസി കാണിക്കും. അവർ പെട്ടെന്ന് നിങ്ങൾ പൈസ അടയ്ക്കണം, അല്ലെങ്കിൽ അവർ പെട്ടെന്നൊരു ഗ്രീഡി ആയിട്ട് നമ്മളോട് ഇടപെടും. അതായത് നിങ്ങൾ ഇത്ര സമയത്തിനുള്ളിൽ പൈസ അടയ്ക്കണം. അവർ നമുക്ക് ആലോചിക്കാനുള്ള സമയം പോലും ചിലപ്പോൾ തരില്ല. ഈ ലീഡ് തരുന്ന ആളുകളോട് നമ്മളൊന്ന് കോംപ്രമൈസ് ചെയ്ത് നോക്കൂ, അല്ലെങ്കിൽ കുറേ ഒന്ന് സംസാരിച്ച് നോക്കൂ. അവർ പറയും നിങ്ങൾ ഇന്ന് തന്നെ അടയ്ക്കുക, അങ്ങനെയാണെങ്കിൽ നിങ്ങളെ പ്രീമിയം ഗ്രൂപ്പിൽ ഞാൻ മെമ്പർ ആക്കാം, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഹൈ റിട്ടേൺസ് ഉള്ള കോൾസ് ഞാൻ ഉറപ്പ് തരാം, ഞാൻ ഇന്നാളെ തൊട്ട് നിങ്ങൾക്ക് തരാം. അതുപോലെ തന്നെ ഒരാഴ്ചക്കുള്ളിൽ നിങ്ങളുടെ പ്രോഫിറ്റ്സ് ഡബിളാക്കി ഞാൻ തരാം, അതിന് ഞാൻ അഷുറൻസ് തരുന്നു. അതുപോലെ നിങ്ങൾ ഇപ്പോൾ തന്നെ പൈസ അടയ്ക്കും. അപ്പം ഈ ഫോൾസ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് തരുന്നവരുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണം എന്ന് പറയുന്നതാണ് അർജൻസിയാണ്. അവർ അർജൻസി കാണിക്കുകയാണ്. അപ്പം നമുക്കൊന്ന് ആലോചിക്കാനുള്ള സമയം അവർ തരുന്നില്ല. സത്യത്തിൽ നമ്മുടെ ഇമോഷൻസിനെയാണ് അവരവിടെ വില പറയുകയാണ്, നമ്മുടെ ഇമോഷൻസിന് അവർ. കാരണം ചിലപ്പോൾ നമ്മൾ ലോസിലായിരിക്കുന്ന അവസ്ഥയായിരിക്കാം, അല്ലെങ്കിൽ ട്രേഡിങ്ങിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അവസ്ഥയായിരിക്കാം. ഈ ഒരു ഘട്ടത്തിൽ ആ ഇമോഷൻസ് ആണ് അവർ യൂസ് ചെയ്യുന്നത്. ആ ഇമോഷൻസ് ആണ് അവരെ മാനിപ്പുലേറ്റീവായിട്ട് നമ്മളോട് സംസാരിക്കുകയും നമ്മുടെ കയ്യിൽ നിന്നും പണം അടിച്ചെടുക്കുകയും ചെയ്യുന്നു എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ ഒരു ഫീൽഡിൽ മാത്രമല്ല, എല്ലായിടത്തും ഉണ്ട്. ഫിനാൻഷ്യൽ സ്കീംസ് ഉണ്ട്, അതുപോലെ തന്നെ ലോട്ടറി, ഫേക്ക് ലോട്ടറീസ് ഉണ്ട്, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ സ്കാംസ്, അങ്ങനെ ഒരുപാട് രീതികളിൽ സ്കാംസ് നമുക്ക് ചുറ്റിനും ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടല്ലേ. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്കൊരിക്കലും ഈ സ്കാംസിനെ ഒഴിവാക്കി നിൽക്കാനോ, അല്ലെങ്കിൽ നാളെ നമുക്കൊരു ജാഥ നടത്തിയേക്കാം, സ്കാംസ് എല്ലാം ഒഴിവാക്കുക, സോഷ്യൽ മീഡിയയിൽ ഇനി സ്കാംസ് പാടില്ല, ഫ്രോഡ്സ് പാടില്ല, ഇതൊന്നും നമുക്ക് പറയാൻ സാധിക്കത്തില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്? അലർട്ടായിട്ടിരിക്കുക. ഒരു ഫോൺ കോൾ ആണെങ്കിൽ പോലും അതിൻ്റെ വിശ്വാസ്യത ചെക്ക് ചെയ്യുന്നിടത്താണ് നമ്മുടെ ബുദ്ധി എന്ന് പറയുന്നത് അല്ലേ. അതിനാണ് നമ്മൾ ബുദ്ധിപരമായിട്ട് ചിന്തിക്കണം എന്ന് പറയുന്നത്. ഇപ്പം ഈവൻ ഒരു ഗവൺമെൻറ് എംപ്ലോയി ആണെന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നു, അങ്ങനെ ഒരുപാട് ഫോൺ കോൾസ് നിരന്തരം നമ്മൾ അറ്റൻഡ് ചെയ്യാറില്ലേ. അപ്പോൾ ട്രേഡിനെ സംബന്ധിച്ച് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ തിരഞ്ഞെടുക്കുന്ന ബ്രോക്കറിനെയാണ് അല്ലേ. നമ്മൾ പല ആളുകളും ട്രേഡ് ചെയ്യുന്ന പലതരം സ്റ്റോക്ക് ബ്രോക്കറിലാണ്. അപ്പം ഒരു ബ്രോക്കറെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് ഞാൻ പറയാം. ബ്രോക്കർ ഷുഡ് ബി രജിസ്റ്റേർഡ് വിത്ത് സെബി. ഈ ബ്രോക്കർ എന്തായാലും സെബിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കണം. അതെങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്? ഈ ബ്രോക്കറുടെ വെബ്സൈറ്റ് ഓൺ ആക്കുമ്പോൾ തന്നെ അവിടെ നമുക്ക് അവരുടെ സെബി രജിസ്ട്രേഷൻ നമ്പർ കാണുക. ആ ഒരു സെബി രജിസ്ട്രേഷൻ നമ്പർ വെച്ചിട്ട് അത് കറക്റ്റ് ബ്രോക്കറാണോ എന്ന് നമ്മൾ തിരിച്ചറിയുക. ഇപ്പം നമുക്കറിയാം, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കുറേ ബ്രോക്കേഴ്സ്, നമ്മൾ പെട്ടെന്ന് ഒരു ബ്രോക്കറുടെ പേര് പറയാൻ പറഞ്ഞാൽ നമുക്ക് പറയാനായിട്ടുണ്ടാവും അല്ലേ. അതെല്ലാവരും ഓൾമോസ്റ്റ് യൂസ് ചെയ്യുന്നതാണ്, ട്രേഡേഴ്സ് ഉപയോഗിക്കുന്നതാണ്, അതൊരു നമുക്കൊരു വിശ്വാസ്യതയാണ്. പക്ഷെ ചില ആളുകൾ പുതിയ ചില ബ്രോക്കേഴ്സിന്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ വിളിച്ചിട്ട് പറയാണ്, ഒരു പുതിയ ബ്രോക്കർ, ഞാൻ പേരൊന്നും പറയുന്നില്ല, ഒരു ബ്രോക്കർ, അപ്പോൾ ആ ബ്രോക്കേഴ്സ് തന്നെ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്തു എന്നാണ് ആൾ പറഞ്ഞത്. അതായത് ഞങ്ങളുടെ ഇതിൽ മെമ്പർഷിപ്പ് എടുക്കൂ, നിങ്ങൾക്ക് ഫ്രീ ആണ്, ട്രേഡ്സ് ഫ്രീ ആണ്, അതുപോലെ തന്നെ കുറേ ബെനിഫിറ്റ്സ് നിങ്ങൾക്കുണ്ട്. അതായത് ഞങ്ങളുടെ ബ്രോക്കറിൽ ഇത്ര പേരുടെ ട്രേഡ്, അതായത് ഇത്ര ലോട്ട്സ് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഇത്ര രൂപ വീതം മന്ത്ലി കിട്ടും, ഒരു പേയ്മെൻറ്റ് കിട്ടും. അങ്ങനത്തെ ഒരു രീതിയിൽ വളരെ ഫേക്കായിട്ട് ഒരാൾ വിളിക്കുകയും അവരുടെ ബ്രോക്കറുടെ ഡീറ്റെയിൽസ് കൊടുക്കുകയും ചെയ്തു. പെട്ടെന്ന് ഏതോ ഒരു സമയത്ത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, ആ ആൾ ആ ബ്രോക്കറിൽ ജോയിൻ ചെയ്യുകയും അങ്ങനെ പിന്നീട് വന്ന കാര്യങ്ങളൊക്കെ വളരെ രസകരമാണ്. വളരെ പൈസ പോവുകയും അങ്ങനെ
പിന്നെ അത് കേസ് കാര്യങ്ങളിലോട്ടൊക്കെ പോവുക ചെയ്തൊരു കേസാണ്. പക്ഷേ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇത് നമ്മുടെ മാത്രം മിസ്റ്റേക്ക് അല്ലേ? സോ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക, സെബി രജിസ്ട്രേഡ് ആണോ? രജിസ്ട്രേഡ് ആണെങ്കിൽ സെബി രജിസ്ട്രേഷൻ നമ്പർ നോക്കുക. ആ സെബി രജിസ്ട്രേഷൻ നമ്പർ വെച്ചിട്ട് നമുക്ക് അതിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ബ്രോക്കേഴ്സിനെ ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. സെബി രജിസ്ട്രേഡ് ആയിരിക്കണം, അതുപോലെ തന്നെ NSE BSE മെമ്പർഷിപ്പ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ അവിടെ വെബ്സൈറ്റിൽ നോക്കുമ്പോൾ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് സസ്പീഷ്യസ് ആയിട്ടുള്ള URL ആണോ അത് ചെക്ക് ചെയ്ത് നോക്കണം. അവിടെ URL കറക്റ്റ് നോക്കുക. റാൻഡം പോപ്പപ്സ് നോക്കുക. അതുപോലെ തന്നെ കോൺടാക്ട് ഇൻഫർമേഷൻസിൽ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടോ, അതായത് അവരുടെ അഡ്രസ് ഡീറ്റെയിൽസ് എന്തെങ്കിലും മിസ്സിംഗ് ഉണ്ടോ എന്ന് നോക്കുക. അതുപോലെ തന്നെ പ്രൈവസി പോളിസി ആ ഒരു കാര്യങ്ങൾ കറക്റ്റ് ആണോ എന്ന് നോക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നെഗറ്റീവ് റിവ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രൊഡക്റ്റിന് റിവ്യൂസ് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നമുക്കറിയാം അല്ലേ. അപ്പം നെഗറ്റീവ് റിവ്യൂസ് കൂടുതലാണെങ്കിൽ നമുക്കത് നോക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ഇഷ്ടംപോലെ ചോയ്സസ് ഉണ്ട് അല്ലേ, നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാനുള്ള ഒരു അധികാരം നമുക്കുണ്ട്. സോ നെഗറ്റീവ് റിവ്യൂസിൻ്റെ പുറകെ പോകേണ്ട ആവശ്യം നമുക്കില്ല. അതുപോലെ തന്നെ വളരെ പുവർ ആയിട്ടുള്ള വെബ്സൈറ്റ് ഡിസൈൻസ് ഉണ്ടാവും. അതൊക്കെ നമ്മൾ വെച്ചിട്ട് വേണം ഒരു ബ്രോക്കർ കറക്റ്റ് ആണോ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം വളരെ വിശദമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് നമ്മളിവിടെ പറഞ്ഞത് 2 ഡിഫറെൻറ്റ് സ്കാംസിനെ പറ്റിയിട്ട്, ഒന്ന് ലീഡ് കോൾ തരുന്ന സ്കാംസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, അതുപോലെ തന്നെ ബ്രോക്കേഴ്സ് എന്നുള്ള പേരിൽ ബ്രോക്കേഴ്സിൻ്റെ സ്കാംസിനെ പറ്റി നമ്മൾ പറഞ്ഞു അല്ലേ. ഇനി ഇപ്പം നമ്മൾ ചോദിക്കും ഏതാണ് ബ്രോക്കേഴ്സ് നല്ലത്, അല്ലെങ്കിൽ ബ്രോക്കേഴ്സിനെ, ഞാൻ ഒരിക്കലും സ്റ്റോക്ക് ബ്രോക്കേഴ്സിനെ കുറ്റം പറയുകയോ പ്രൊമോട്ട് ചെയ്യുകയോ ഒന്നുമല്ല. നമ്മുടെ ഇന്ത്യയിൽ നിലവിലുള്ളതിൽ നല്ല ബ്രോക്കേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്യുക, തിരഞ്ഞെടുക്കുക, അവിടെ നമ്മൾ ട്രേഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കുറച്ച് ബ്രോക്കേഴ്സിനെ പരിചയപ്പെടാം. അപ്പോൾ ഓരോ ബ്രോക്കേഴ്സിനെ പറ്റിയിട്ടും അവരുടെ ചാർജ് കാര്യങ്ങൾ, അതുപോലെ തന്നെ അവരുടെ ട്രേഡ്സ് നമ്മൾ എടുക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങളെ സംബന്ധിച്ചിട്ട്, അതുപോലെ പേഴ്സണലി എനിക്ക് വളരെ ഇഷ്ടമുള്ള സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ഉണ്ട്. അത് നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ട്രേഡ് ചെയ്യാൻ സാധിക്കുന്ന സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ഉണ്ട്. അവരെയൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പരിചയപ്പെടാം. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓപ്ഷൻ ട്രേഡിങ്ങിലെ സ്കാംസ് എല്ലാവരും വിശദമായിട്ട് മനസ്സിലാക്കുക. നമ്മളെപ്പോഴും അലർട്ടായിട്ടിരിക്കുക. കറക്റ്റായിട്ടുള്ള സ്ഥലങ്ങളിൽ വ്യക്തമായിട്ടും സുരക്ഷിതമായിട്ടും നമ്മുടെ പണം നിക്ഷേപിക്കുക. ഓക്കെ, താങ്ക് യു.